ഹലോ ചെക്ക്. ഹലോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പസമയം നമുക്ക് ആത്മീയ ഗാനങ്ങൾ കേൾക്കുവാനും അത് ആസ്വദിക്കുവാനും ദൈവവചനം ശ്രദ്ധിക്കുവാനും ദൈവമക്കളായിരിക്കും നമ്മളെ ദൈവം കൂട്ടിവരുത്തിയ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദയവായിട്ട് പുറകിൽ നിൽക്കുന്നവർ മുൻപോട്ട് കയറിയിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നമുക്കറിയാം, പലർക്കും ഇന്ന് നേരത്തെയൊക്കെ ഭവനത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം എല്ലാവരും ആകാംക്ഷയുടെ 4 വർഷത്തിലൊരിക്കയൊക്കെ കാണുവാൻ കാത്തിരിക്കുന്ന വേൾഡ് കപ്പൊക്കെ ഉണ്ട്. ആരും അതിനെയോർത്ത് ഭാരപ്പെടണ്ട, അതൊക്കെ ഭംഗിയായിട്ട് നടക്കും. നമുക്ക് പിന്നെയായാലും കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അതിനെയോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. നമ്മൾ വിചാരിക്കുന്ന ടീമുകളൊക്കെ ജയിക്കും. ആയതുകൊണ്ട് എല്ലാവരും വളരെ ആത്മീയ അന്തരീക്ഷത്തോടെ നമുക്ക് ദൈവവചനം കേൾക്കുവാനും ആത്മീയ ഗാനങ്ങൾ പാടുവാനും സന്തോഷിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ ഗാന ശുശ്രൂഷകൾ ആരംഭിക്കാം. ദയവായിട്ട് ഗാന ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരും മുൻപോട്ട് വരണമെന്ന് ഓർപ്പിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ചർച്ചിലെ ബ്രദറായിരിക്കുന്ന ഇ ഡി മാത്യു ബ്രദർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഗാന ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ സായാഹ്നത്തിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ഒരു അവസരം കൂടി തന്നതിനായിട്ട് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, യഹോവേ കീർത്തനം പാടുന്നത് നല്ലത്. കർത്താവേ, സ്തുതി മനോഹരവും ഉചിതമായിരിക്കാൻ തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ മക്കളാക്കി തീർത്ത ആ വലിയ സ്നേഹത്തെ ഓർക്കുമ്പോൾ കർത്താവേ, അങ്ങേ എത്ര ആരാധിച്ചാലും സ്തുതിച്ചാലും അങ്ങേക്ക് വേണ്ടി എത്ര പാടിയാലും അത് അടിയങ്ങൾക്ക് മതിയാവുകയില്ല. കർത്താവേ, ഇന്ന് സന്ധ്യാസമയം അടിയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അങ്ങയെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ ഒരവസരം ഒരുക്കിയതിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം. പാടുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ അവർ പാടുവാൻ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ആവശ്യമായ കൃപ തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന നിന്റെ ദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവേ, അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണേ. ഇന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ചെലവഴിക്കുന്ന സമയം കർത്താവേ, അടിയങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്തുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കൾ എവിടെ കൂടുന്നുവോ അവിടെ ഉയരുന്നൊരു ശബ്ദമുണ്ട്, ആരാധനയുടെ സ്വരം. നാം ഇവിടെയും വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, നമുക്കറിയാം, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ രക്തം മൂലം നമ്മളെ വീണ്ടെടുത്തു. നമ്മളെ രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം നമുക്ക് ഇടം നൽകുവാൻ സംഗതിയായി തീർന്നു. ആ കാൽവരി ക്രൂശിലെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അലതല്ലുമ്പോൾ ആ ക്രിസ്തുവിനെ എത്ര സ്തുതിച്ചാലും മതിവരാത്തതായിരിക്കുന്ന നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് നമുക്ക് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. നമുക്ക് തുടക്കമായിട്ട് ആരാധനാ ഗീതത്തോട് തന്നെ നമ്മുടെ ഗാനങ്ങൾ നമുക്ക് ആരംഭിക്കാം. പുകഴ്ത്തിയിടാം യേശുവിനെ എന്നാരംഭിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ആരാധനാ ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് അറിയാവുന്നവർക്ക് പാടാം. അത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സഹോദരങ്ങൾ ലീഡ് ചെയ്ത് പാടുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കാണുന്നവർ മാത്രമായിട്ടല്ല, അവരോട് ചേർന്ന് പാടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് ഗാനം ആലപിക്കാം. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. നമ്മുടെ കർത്താവ് അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്, മരണത്തെ ജയിച്ചവനാണ്. ആ ജയാളിയായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പുകഴ്ത്തുവാനായിട്ട്, ആരാധിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയം നമുക്ക് തുറക്കാം. ആ ക്രിസ്തുവിനെ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചു പാടാം. പുകഴ്ത്തിയിടാം യേശുവിനെ.
പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവി കർത്താവിനെ വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ കർത്താവി കർത്താവിനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനെ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ
പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും സന്തോഷമുള്ളവരായിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? ആരും പ്രയാസത്തിലൊന്നും അല്ലല്ലോ. നമുക്ക് ഒന്ന് കരങ്ങളൊക്കെ തട്ടി ഒന്ന് പുഞ്ചിരിയോടുകൂടി തന്നെ നമ്മുടെ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. ഈ ഒരു മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ പാടുമ്പോൾ നമ്മുടെ കരങ്ങളൊക്കെ അടിച്ച് അവരോട് ചേർന്ന് പാടുവാനായിട്ടും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഓരോ ദിവസവും നമ്മളെ നടത്തുന്ന വഴികൾ ഓർക്കുമ്പോൾ അവനെ നന്ദി ചൊല്ലാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. എണ്ണമില്ലാത്ത കൃപകളാണ് ഓരോ ദിവസവും നമ്മുടെ മുൻപാകെ അവൻ ചൊരിയുന്നത്. നോക്കുക, നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒന്നും നേടുവാൻ പറ്റാത്തതായിരിക്കുന്ന പല കാര്യങ്ങളും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്നുണ്ട്. ആ എണ്ണമില്ലാത്ത കൃപകൾ നൽകുന്ന ആ വല്ലഭനായിരിക്കുന്ന, ആ വലിയവനായിരിക്കുന്ന, യോഗ്യനായിരിക്കുന്ന ക്രിസ്തുവിനെ മഹത്വീകരിക്കുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള ഗാനം നമുക്ക് പ്രിയ സഹോദരങ്ങളിൽ നിന്ന് കേൾക്കാം. എണ്ണമില്ല നിൻ കൃപകൾ എന്ന് ആരംഭിക്കുന്ന മനോഹരമായ ഗാനം. എണ്ണമില്ല നന്മകളിൽ ചൊരിയും മന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ സാധുവാകും എന്നെ സ്നേഹിച്ചു സ്വന്തം ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ കാൽവരിയിലെ സ്നേഹമോർക്കുമ്പോൾ കണ്ണുകൾ നിറയുമെന്നാഥനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാമം ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ വത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ എണ്ണമില്ല നന്മകളിൽ ചൊരിയും മന്ദയെ ഓർക്കുമ്പോൾ
താങ്ക് യു. ആ കൃപകൾ ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ കരങ്ങളടിച്ചു പോകുന്നു. അതിനെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം നോക്കുമ്പോൾ അവന് തുല്യനായിട്ട് ആരുണ്ട്? നമുക്കറിയാം, അവൻ നോഹയെക്കാളും വലിയവൻ, മോശയെക്കാളും വലിയവൻ. അവന് തുല്യനായിട്ട് ആരുമില്ല. ആ പരിശുദ്ധൻ, അവൻ വിശുദ്ധിയിൽ ഭയങ്കരനായിരിക്കുന്നവൻ, ആ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നവൻ. ആ വിശുദ്ധിയെ ഓർപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു ആരാധന ഗീതം നമുക്ക് കേൾക്കാം. ഇത് നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഇവരോട് ചേർന്ന് പഠിക്കുവാനും ഇടയായി തീരട്ടെ. പരിശുദ്ധൻ പരിശുദ്ധനെ, മഹത്വം തൻ നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരനെ, വണങ്ങുന്നു തിരുസന്നിധി. ആ കർത്താവിൻ്റെ സന്നിധിയെ താണു വീണ് കുമ്പിട്ട് ആരാധിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ പേർ ചൊല്ലി ഇന്ന് സന്തോഷത്തോടെ ഈ ആലയത്തിൽ കൊണ്ടുവന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ആ മനോഹരമായിട്ടുള്ള ഗാനം ശ്രദ്ധിക്കാം. പരിശുദ്ധൻ പരിശുദ്ധനെ. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധി. പരിശുദ്ധൻ പരിശുദ്ധനേ, മഹത്വം തൻ നാമത്തിന്, വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധി.
വിശുദ്ധിയിൽ ഭയങ്കരനേ, വണങ്ങുന്നു തിരുസന്നിധേ. അടുത്ത ഗാനം നമ്മുടെ ഈ സഭയിൽ വളർന്നു വരുന്ന രണ്ട് മക്കളാണ് അവർ പാടുവാനായിട്ട് പോകുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്ന ഓരോ കൃപകൾ ഓർക്കുമ്പോൾ ആ ദൈവത്തിന് നന്ദി ചൊല്ലാതിരിക്കുവാനായിട്ട് സാധിക്കില്ല. എത്ര സ്തുതിച്ചാലും മതിവരാത്തവനായിരിക്കുന്ന ദൈവത്തെ നന്ദി ചൊല്ലി ആ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പാടുവാനായിട്ട് നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങൾ മുൻപോട്ട് വരുന്നുണ്ട്. ആബി ആൻഡ് ആനി അവരാണ് ഈ ഗാനം ആലപിക്കുന്നത്. നന്ദി നന്ദി എൻ ദൈവമേ എന്നാരംഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. ആ പ്രിയ കുഞ്ഞുങ്ങളോടൊപ്പം നിങ്ങൾക്കും പാടുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ പാട്ട് അവരിൽ നിന്ന് ശ്രദ്ധിക്കാം.
ശ്രുതിമധുരമായ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ മക്കൾ വളരെ മനോഹരമായിട്ട് ആ പാട്ട് പാടുവാനായിട്ട് ദൈവം കൃപ കൊടുത്തു. പ്രിയമുള്ളവരെ, മറ്റൊരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ സഹോദര സഭയായിരിക്കുന്ന TWCയിലെ യുവ സഹോദരങ്ങൾ വല്ലഭാന്നി കോട്ട എന്നാരംഭിക്കുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം നമുക്ക് കേൾക്കാം. അതിനായിട്ട് TWCയിലെ യുവ സഹോദരന്മാരെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മനോഹരമായിട്ടുള്ളൊരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. സെറ്റപ്പ് ഒരു ഇൻട്രോ ആയിട്ട് ഈ പാട്ട് നമ്മൾ give a little bit of an introduction. ഈ വല്ലഭ നീ കോട്ട പറയുന്ന, I don't know how many knows this song, but it is one that I actually didn't hear here in Canada. It was introduced to me by my uncle in Kerala, and sometimes you hear this music and it sticks in your head on and on. And if you want to know what the meaning of the song is, Psalms 82 verse 9, "The Lord is my rock and my fortress, my deliverer, my God, my strength, in whom I will trust, my shield and the horn of my salvation, my stronghold." See, we see in scriptures Jericho, the walls of Jericho is broken down through song. But through song, we can also fortify and build up this stronghold, a privilege that our God has given us. So there's one little cool part in this song. You'll see it on the slides. It goes like this. You'll sing it a little bit faster, but whenever you see the O in the slides, it is always an encouragement that you join along and you sing with us. Do you want to give them a chance to sing along with us? All right, we're going to try this, right? 3, 2, 1. Awesome. You're ready. Let's get started.
മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്തു. അവരോടുള്ള നന്ദി, താങ്ക് യു അവരോട് പറയുകയാണ്. ഈ നമ്മുടെ ജന്മസിദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ജനിച്ചവരും ഒരുപക്ഷെ ഇവിടെ പഠിക്കുവാൻ വന്നവരൊക്കെയാണ് ഇപ്പോൾ ഈ പാട്ടുകൾ പാടിയത്. ഈ സ്വന്തം മാതൃഭാഷയിൽ പാടി ദൈവത്തെ സ്തുതിക്കുന്നത് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അവരുടെ മാതാപിതാക്കൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. തുടർന്നും ചില ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. മനോഹരമായിട്ടുള്ള വചന ശുശ്രൂഷയുണ്ട്. കൃത്യസമയത്ത് നമ്മൾ പ്രോഗ്രാമുകൾ അവസാനിപ്പിക്കുന്നതാണ്. തുടർന്ന് നമുക്ക് മറ്റൊരു ഗാനം ശ്രദ്ധിക്കാം. എന്നെ നടത്തുന്ന ആ പൊന്നുകരം, അതെത്ര മനോഹരമാണ്. നോക്കുക, നമ്മൾ വഴി തെറ്റാതെ അഥവാ വീണുപോയെങ്കിൽ, കാലിലൊരു പ്രയാസം വന്നെങ്കിൽ നമ്മളെ നടത്തുന്ന, നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും വീണു പോകുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നവൻ, അവനാണ് നമ്മുടെ പൊന്നു കർത്താവ്. ആ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന മറ്റൊരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. എന്നെ നടത്തും ആ പൊന്നുകരങ്ങൾ. അതൊരിക്കലും കുറഞ്ഞു പോകുകയില്ല, ഒരിക്കലും മാറിപ്പോകുകയില്ല, ഒരിക്കലും നീങ്ങിപ്പോകുകയില്ല. എന്നും നമ്മളെ പിടിച്ചു നടത്തുന്നവൻ, ഭയപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മളെ കരുതുന്നവൻ, ആ വലിയവനായിരിക്കുന്ന ദൈവത്തെ, ആ നടത്തുന്ന ദൈവത്തെ, നമ്മളെ ദിനംതോറും വഴി നടത്തുന്ന ആ വലിയവനായിരിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. എന്നെ നടത്തും എന്നാരംഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. ഈ ഗാനമെല്ലാം നമുക്ക് വളരെ പരിചയമുള്ള ഗാനങ്ങളാണ്. നിങ്ങൾ പലരും യൂട്യൂബുകളിലും മറ്റൊക്കെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ഗാനമാണ് ഇവരിവിടെ പാടുന്നത്. എന്നാൽ ഇനി ചില പഴയ ഗാനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഗാനങ്ങൾ വരും. അത് നമ്മളെല്ലാവരും ചേർന്ന് കരങ്ങളൊക്കെ അടിച്ച് പാടുന്ന പാട്ടാണ്. ഈ പാട്ട് ഇവിടെ പാടുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കണ്ണടച്ചിരുന്ന് നിങ്ങൾ ഈ പാട്ടൊന്ന് ധ്യാനിച്ച് പാടുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതൊരു മറ്റൊരു ഫീലായിരിക്കും. നമുക്ക് അറിയില്ലാത്തവർക്ക് നിങ്ങൾക്ക് കണ്ണു തുറന്ന് ഇവരോട് ചേർന്ന് വളരെ ആ ഹൃദയം തുറന്ന് ഈ ഗാനം നമുക്ക് പാടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്നെ നടത്തും പൊന്നുകരങ്ങൾ. Hallelujah,
നമുക്ക് മറ്റൊരു ഗാനം ശ്രദ്ധിക്കാം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നമുക്ക് പറയുവാനായിട്ട് പറ്റുകയില്ല പ്രയാസങ്ങൾ വരില്ല എന്ന്, ബുദ്ധിമുട്ടുകൾ വരില്ല എന്ന്, പട്ടിണി വരില്ല എന്ന്, ദാരിദ്ര്യം വരില്ല എന്ന്, രോഗം വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നാലും എന്ത് തന്നെ വന്നാലും ഞാൻ ആ കർത്താവിനെ പിൻപറ്റുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ പാടുന്ന മറ്റൊരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയ സഹോദരൻ ആഷ്ലിയും നിസിയും ചേർന്നാണ് ആ ഗാനം പാടുന്നത്. എന്നെ കരുതുന്ന ഒരു കർത്താവ്, എൻ്റെ കൂടെയുള്ളവൻ, എന്നെ ദിനംതോറും നടത്തുന്ന കർത്താവ്, പ്രയാസവേളകളിൽ, പ്രതികൂല നാളുകളിൽ കൂടെയിരിക്കുന്നവൻ, അവനാണ് എൻ്റെ വലം കൈ പിടിക്കുന്നവൻ. ഈ മനോഹരമായിട്ടുള്ളൊരു ഗാനം പ്രിയ ആഷ്ലിയും നിസിയും ചേർന്ന് ആലപിക്കുന്നു. അതിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം.
യേശു എന്നും മതിയായവൻ. നോക്കുക, ഗാനത്തിൻ്റെ വരികളിലൂടെ നിങ്ങളുടെ കണ്ണുകളൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എന്തെല്ലാം പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, പട്ടിണി, ദുഃഖം ഇതെല്ലാം വന്നാലും യേശു ഇങ്ങനെ കൂടെ ഒരു സഖിയായിട്ട്, തണലായിട്ട് നമ്മളെ നടത്തുന്ന ആ യേശു. ആ പൊന്നുകരത്തിലാണ് നാം ഓരോരുത്തരും സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, ആവേശം നൽകുന്ന, ഉത്തേജനം നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. എന്നെന്നും നമുക്ക് നിത്യയുഗം വാഴുവാനായിട്ട് സ്വർഗത്തിൽ കർത്താവ് നമ്മളെ വരവേൽക്കുവാനായിട്ട് തയ്യാറായിരിക്കണം. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് അതാണ്. ഈ കർത്താവിന് മഹത്വം കൊടുക്കുന്ന മറ്റൊരു ഗാനം ശാലേം പൂരെ ചെന്ന് എന്നാരംഭിക്കുന്ന ഒരു ഗാനം ഇവർ ചേർന്ന് പാടും. അതിനെ തുടർന്ന് നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം. ഈ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങളെ ആരെയും ഈ സമയത്ത് ബുദ്ധിമുട്ടിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഇരുന്ന് കരങ്ങളെ അടിച്ച് ഇവരോട് ചേർന്ന് നിങ്ങൾക്ക് പാടാം. അതിനുശേഷം നമുക്ക് ദൈവവചനം ശ്രദ്ധിക്കാം. ഇന്ന് ദൈവവചനം നമുക്ക് തരുവാനായിട്ട് കർത്താവിൻ്റെ ദാസൻ കേരളത്തിൽ നിന്നും, തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ജോർജ് വർഗീസ് ഇവിടെ നിൽക്കുന്ന പലർക്കും പരിചയമുണ്ട്. തുടർന്ന് ലിജോ സോരൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തും. നമുക്ക് പ്രിയ സോരനിൽ നിന്ന് ദൈവവചനം ശ്രദ്ധിക്കുവാനായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് ശാലേം പൂരെ ചെന്ന് എന്നാരംഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രത്യാശയുടെ ഗാനം നമുക്ക് ചേർന്ന് പാടാം. അത് കർത്താവ് ഒരുക്കുന്ന ഭവനത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ശാലേം പൂരെ ചെന്നു ചേരുന്ന നാൾ എത്ര മോദമേ, പാതയൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ. ശാലേം പൂരെ ചെന്നു ചേരുന്ന നാൾ എത്ര മോദമേ, പാതയൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ. കണ്ണുനീരില്ലാതെ ദുഃഖം, വിലാപങ്ങളുമില്ലങ്ങ്. കണ്ണുനീരില്ലാതെ ദുഃഖം, വിലാപങ്ങളുമില്ലങ്ങ്. നിത്യയുഗമുള്ള സന്തോഷമായി ഞാൻ ഉള്ളവോ വാഞ്ചിക്കുമേ. ഞാനും ഞാനേ സ്തുതിച്ചിടുമേ. കണ്ണുനീരില്ലാതെ Yesu
ദൂരെച്ചെന്നു ചേരുന്നതാഹ എത്ര മോദമേ. താനൊരുക്കുന്ന വിശ്രമത്തിൽ ഞാൻ എന്നു ചേരുമോ. ശാലി ദൂരെച്ചെന്നു ചേരുന്നതാഹ എത്ര മോദമേ. താനൊരുക്കുന്ന വിശ്രമത്തിൽ ഞാൻ എന്നു ചേരുമോ. കർത്താവിൻ്റെ വലിയൊരു നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത്ര നേരം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ എല്ലാവരും കൂടെ ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു സമയമായിരുന്നു. ഏതൊരു ഇങ്ങനെയുള്ള മീറ്റിങ്ങിലും ദൈവവചനത്തിന് വളരെയധികം പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് നമ്മൾ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കാൻ പോവുകയാണ്. കർത്തദാസൻ ജോർജ് വർഗീസ്, ഞങ്ങൾ ജോയിച്ചാൻ എന്ന് വിളിക്കുന്ന ജോർജ് വർഗീസ് ഇന്ന് നമ്മളോട് ദൈവവചനത്തെ സംസാരിക്കും. അതിനെക്കുറിച്ച് 2 വാക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ 2 മിനിറ്റ് അതിനുവേണ്ടി എടുക്കുകയാണ്. അനേക വർഷങ്ങളായിട്ട് 1970s മുതൽ കർത്താവിൻ്റെ വേലയിൽ അവർ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണ്. ജോർജ് വർഗീസ് എന്ന് പറഞ്ഞ ജോയിച്ചാൻ്റെ വൈഫ് മോളി മോമ എന്ന് പറയുന്ന എൻ്റെ ഡാഡിയുടെ സിസ്റ്ററാണ്. അവർ കർത്താവിൻ്റെ വേല ദീർഘനാളുകൾ ഒരുമിച്ച് ഒരു US സിറ്റിസൺസ് ആയിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി അവർ ഒരുമിച്ച് കർത്താവിൻ്റെ വേല ദീർഘനാൾ ചെയ്തു. കഴിഞ്ഞ വർഷം പ്രിയ മോളി മാമ കർത്തൃസന്നിധിയിൽ എടുക്കപ്പെട്ടു. എന്നാൽ അതിന് ശേഷം പ്രിയ ജോയിച്ചാൻ റെസ്റ്റ്ലെസ് ആയിട്ട് അനേക സ്ഥലങ്ങളിൽ പോവുക, അനേക സഭകൾ വിസിറ്റ് ചെയ്യുക, അനേക ദൈവമക്കളെ, ദൈവദാസന്മാരെ അവരുടെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് 4 മക്കളാണുള്ളത്. അവരിൽ പലരും ഡോക്ടേഴ്സും അങ്ങനെയുള്ള പലവിധമായ പൊസിഷൻസിലിരിക്കുന്നവരാണ്. എന്നാൽ ജോയിച്ചാൻ പൂർണ്ണമായിട്ടും കർത്താവിനെ സേവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആണ് കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചു വരുന്നത്. ഇനിയും മുമ്പോട്ടുള്ള ആ ഒരു ലക്ഷ്യം തന്നെയാണുള്ളത്. ഇന്ന് തന്നിൽ നമുക്ക് കേൾക്കാം. അടുത്ത 1/2 മണിക്കൂർ സമയം ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ദൈവം നമ്മളെ ആ രീതിയിൽ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ 2-3 ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് ആഗ്രഹിക്കുന്നത് തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മൂത്തവനെ ഭത്സിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. സാക്ഷാൽ വിധവയായിരിക്കുന്ന വിധവമാരെ മാനിക്കുക. വല്ല വിധവയ്ക്കും പൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. സാക്ഷാൽ വിധവയും ഏകാഗിയുമായവൾ ദൈവത്തിൽ ആശ വെച്ച് രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിൽ ഉറ്റുപാർക്കുന്നു. കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. 2015 എനിക്ക് ദൈവം തന്ന മക്കളായിട്ട് 15 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അവരൊക്കെ അന്ന് ടീനേജേഴ്സായിരുന്നു. 10 വർഷം മുമ്പുള്ള കാര്യമാണല്ലോ.
അപ്പോൾ ഈ വാക്യം വായിച്ച് സംസാരിച്ച് പറഞ്ഞു, അപ്പച്ച ഇന്ത്യയിലെ കാര്യം ഒന്നുകൂടെ പറയണ്ട. കാരണം ഞാൻ പറഞ്ഞു, കണ്ടോ, സഭയിൽ അമ്മമാരും സഹോദരിമാരും അപ്പന്മാരും സഹോദരന്മാരും ഉള്ളൂ, ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഇല്ലയെന്ന് പറഞ്ഞാണ് കാരണം. അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല, അതങ്ങനെ ഞാൻ വിടുകയാണ്. അടുത്തത് തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. നീയോ ആരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നത് നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഈ ഭാഗം ഞാൻ വായിച്ചതിൻ്റെ കാരണം, കുഞ്ഞുങ്ങളോട് പിന്നെയും പല കാര്യങ്ങൾ പറയും. അപ്പോൾ ഞാൻ പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് ഈ പഴയ നിയമത്തിലുള്ള കഥകളൊക്കെയാണ്. അപ്പം ഞാൻ അതിങ്ങനെ ചിന്തിച്ചപ്പം ഈ പുതിയ നിയമം എന്ന് പറയുന്നത് തന്നെ പഴയ നിയമത്തിൽ നിന്നാണ് വന്നത്. പുതിയ നിയമത്തിലെ കാര്യങ്ങൾ പ്രാരംഭ കാലയളവിൽ, അതായത് 1-ാം നൂറ്റാണ്ടിൽ പുതിയ നിയമം ഇല്ലാതിരുന്ന സമയത്താണ് പഴയ നിയമം എടുത്ത് പഴയ നിയമത്തിലെ കാര്യങ്ങൾ വ്യക്തമാക്കി വിശദീകരിച്ച് അതെന്താണെന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ ഇവിടെ തിരുവെഴുത്ത് എന്ന് പറയുന്നത് പഴയ നിയമമാണ്, പുതിയ നിയമമല്ല. അപ്പം ഞാനിത് രണ്ടും വായിച്ചതിനൊരു കാരണമുണ്ട്. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഇതുപോലെ നിങ്ങളും ചിന്തിക്കും എന്നെനിക്കറിയാം. കാരണം ഞാൻ ഇപ്പോഴും നാട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇവിടെ എൻ്റെ മക്കളൊക്കെ താമസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വരാറ് സന്ദർശിക്കാറും ഒക്കെ ഉണ്ട്. ആ കാരണത്താൽ ഞാൻ പറയുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ നിലയിലുള്ള അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനതിനോട് വിയോജിക്കുന്നൊന്നുമില്ല. ഞാനാകെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വേദപുസ്തകത്തിൽ ചില കാര്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കുക. നിങ്ങളെല്ലാവരും എന്നേക്കാൾ പ്രസംഗിക്കുന്നവരും സഭയിൽ ശുശ്രൂഷ വഹിച്ചിട്ടുള്ളവരും വഹിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആയതുകൊണ്ട് വലിയ വിശദീകരണം ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ സൃഷ്ടിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ദൈവം ആദാമിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് വേണ്ടി ഭൂമിയെ വാസയോഗ്യമാക്കുന്ന കാര്യമായിട്ടാണ് അവിടെ അത് എഴുതിയിരിക്കുന്നത്. കാരണം അതിനു മുമ്പ് ഒരു ഭൂമി ഉണ്ടായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടില്ല എങ്കിലും അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതമായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ പാഴും ശൂന്യമായൊരു ഭൂമിയിൽ ദൈവം എന്ത് ചെയ്തു എന്നാണ് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പാഴും ശൂന്യമായ ഭൂമി എവിടെ ഉണ്ടായി? നാം പ്രവാചക പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ലൂസിഫറിനെ കുറിച്ച് പറയുന്നുണ്ട്, നീ മുമ്പ് ഏദനിലായിരുന്നു. ഏതായാലും ദൈവം ഏദൻ തോട്ടം സൃഷ്ടിച്ച ആദാമിനെ ആക്കുമ്പോൾ ആദാമിന് കൊടുത്ത ജോലിയിൽ ഒന്നായിരുന്നു തോട്ടം സൂക്ഷിക്കുക എന്നുള്ളത്. തോട്ടത്തിൽ വേല ചെയ്യുക, സൂക്ഷിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാമ്പ് കയറുന്നത്. അപ്പോൾ ആദാമിൻ്റെ തോട്ടത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവിടെ വ്യക്തമാക്കാൻ സാധിക്കുന്നു. അതുപോലെ ഒരുപാട് ചിന്താഗതികൾ മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്ന് ഉരുതിരിഞ്ഞ് വരാറുണ്ട്. ഇന്നലെ ഒരു പ്രസംഗം കേട്ടപ്പോൾ പറഞ്ഞതാണ്, ദേവപുത്രന്മാരെന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആദാമിൻ്റെ മക്കളാണ്. മനുഷ്യരുടെ പുത്രിമാരെന്ന് പറഞ്ഞിരിക്കുന്നത് ആദാം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ തന്നെ വേറൊരു വിഭാഗം മനുഷ്യരുണ്ടായിരുന്നു, അവരുടെ മക്കളാണ്. അത് എന്തുകൊണ്ടാണ് ആ മനുഷ്യരുണ്ടായതെന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. അങ്ങനെ പറഞ്ഞങ്ങ് പോവുക. ഇങ്ങനെ ഒരുപാട് ചിന്താഗതികൾ ഉള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ചില വാക്യങ്ങൾ വായിക്കാം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതൽ, യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അനന്തരം യഹോവയായ ദൈവം കിഴക്ക്
ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെ ആക്കി. വീണ്ടും 15-ാം വാക്യം, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. അത് കഴിഞ്ഞ് വീണ്ടും വായിക്കുമ്പോൾ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കും. അത് വീണ്ടും 21-ാമത്തെ വാക്യത്തിൽ, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനെ ഗാഢനിദ്ര വരുത്തി, അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയലിൽ ഒന്നെടുത്തു, അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും വായിക്കുമ്പോൾ 24-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. ഇത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നൊരു വാക്യം കൂടെ വായിക്കാം. സങ്കീർത്തനം 45-ാം അധ്യായത്തിൽ അതിൻ്റെ 10-11 വാക്യങ്ങൾ. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചുകൊള്ളുക. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു. ഇനി ഒരു ഭാഗം കൂടെ വായിച്ചു കഴിയുമ്പം എനിക്കുള്ള സമയം കൊണ്ട് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം പറയാനായിട്ട് സാധിക്കും. അതായത് സംഖ്യാപുസ്തകമാണത്. സംഖ്യാപുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നേരുകയോ ഒരു പരിവർജന വ്രതം അനുഷ്ഠിപ്പാൻ ശപഥം ചെയ്യുകയോ ചെയ്താൽ അവൻ വാക്കിന് ഭംഗം വരുത്താതെ തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലൊക്കെയും നിവർത്തിക്കണം. പിന്നെ പറയുകയാണ് 3-ാമത്തെ വാക്യത്തിൽ, ഒരു സ്ത്രീ ബാല്യപ്രായത്തിൽ അപ്പൻ്റെ വീട്ടിലിരിക്കുമ്പോൾ യഹോവയ്ക്കൊരു നേർച്ച നേർന്നു ഒരു പരിവർത്തനം നിശ്ചയിക്കുകയും അവളുടെ അപ്പൻ കേട്ടിട്ട് മിണ്ടാതിരിക്കുകയും ചെയ്താൽ അവളുടെ എല്ലാ നേർച്ചകളും അവൾ നിശ്ചയിച്ച പരിവർജന വ്രതമൊക്കെയും സ്ഥിരമായിരിക്കും. അതിൻ്റെ 5-ാമത്തെ വാക്യം, എന്നാൽ അവളുടെ അപ്പൻ അവളുടെ എല്ലാ നേർച്ചയെയും അവൾ നിശ്ചയിച്ച പരിവർജന വ്രതത്തെയും കുറിച്ച് കേൾക്കുന്ന നാളിൽ അവൾ തീരുമാനമെടുത്ത് കുറെ കഴിഞ്ഞപ്പോൾ ആകാം അവളുടെ അപ്പൻ അവളോട് വിലക്ക് കൊണ്ട് യഹോവ അവളോട് ക്ഷമിക്കും. ഒരു കാരണവശാലും മാറ്റിവെക്കാൻ കഴിയാത്തതാണ് ഈ പരിവർത്തന പദം. എന്നാൽ ഇവിടെ പറയുന്നത് മകളാണ് എടുക്കുന്നതെങ്കിൽ അത് മാറ്റാം. നാം ഇഫ്താഹിന്റെ ചരിത്രം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഇഫ്താഹ് മകളെ ബലി കഴിച്ചു എന്ന്, അല്ലെങ്കിൽ ഹോമയാഗം കഴിച്ചു എന്ന്. അതിന് കാരണം എന്താ? ഇഫ്താഹ് പറഞ്ഞു, ഞാൻ ശത്രുക്കളെ തോൽപ്പിച്ച് മടങ്ങി വരുമ്പോൾ ആരാണോ എന്നെ എതിരേൽക്കുന്നത് അത് യഹോവയ്ക്കുള്ളതായിരിക്കും. എതിരേറ്റതാരാ? ഏക മകൾ. പക്ഷെ എന്നിട്ടും വാക്കിന് ഭംഗം വരുത്തുവാൻ ദൈവത്തിൻ്റെ പ്രമാണം അനുവദിക്കാത്തതുകൊണ്ട് അവളെ കൊന്നുകളയുകയാണ് ചെയ്തത്. നമുക്ക് ഈ വായിച്ച ഭാഗത്ത് ചിന്തിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവം ആദാമിനെ തോട്ടത്തിൽ കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നത്? അവിടെ പറയുന്നുണ്ട്, തോട്ടത്തിൽ വേല ചെയ്യുവാനും സൂക്ഷിക്കുവാനും. തോട്ടത്തിൽ എന്തൊക്കെയുണ്ട്? തോട്ടത്തിൽ ആഹാരമുണ്ട്, സ്വർണമുണ്ട്, വലിയൊരു കല്ലുണ്ട്, പരിമള തൈലമുണ്ട്, അതുപോലെ തന്നെ ജോലിയുണ്ട്. കാരണം നദിയുണ്ട്. അപ്പം ഇതെല്ലാം ഉപയോഗിച്ച് ജോലി ചെയ്യുക. അപ്പോൾ ആദായം എടുക്കുക, സൂക്ഷിക്കുക, വെള്ളം നനയ്ക്കുക, വളമിടുക, ഇങ്ങനെയുള്ള ജോലികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഖനികൾ ഉണ്ടായിരുന്നു. ഇതിന് ഉത്തരവാദിത്തങ്ങളും ജോലി ചെയ്യണം. ആദാം മാത്രമേ ഉള്ളൂ താനും ചെയ്യാനായിട്ട്. അപ്പോൾ ആ തോട്ടത്തിൽ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ ഒരു ഭവനം ഉണ്ടായി കഴിയുമ്പോൾ ആ വീട്ടിലേക്കുള്ള വരുമാനം, നമ്മുടെ ഇവിടെ ഈ ദേശത്തോട് പറയുകയാണ്,
to bring the bread and butter on the table. അപ്പോൾ ആഹാരം കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണം, സാമ്പത്തിക ക്രമീകരണം പുരുഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നാണ് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് വടക്കേ അമേരിക്കയിലും കാനഡയിലും വളരെ ചിന്താഗതിക്ക് വ്യത്യാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആദ്യ ഭാഗങ്ങൾ ആദ്യം വായിച്ചതിൻ്റെ കാരണം. നിങ്ങൾക്ക് എതിർക്കുന്നതിന് ഒരു വിരോധവും എനിക്കില്ല, ഞാനിവിടെ കണ്ട കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഹവ്വയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തില്ല? ഏദൻ തോട്ടത്തിൽ കൊണ്ടുവിട്ടില്ല. പിന്നെ എന്താ ചെയ്തത്? അവിടെ നമ്മൾ വായിച്ചത്, മനുഷ്യനിൽ നിന്ന് എടുത്തു, വാര്യലിനെ സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇവിടെ ഒരു കാര്യമുണ്ട്. അപ്പച്ചൻ്റെ ഇന്ത്യൻ കൾച്ചറും ഇന്ത്യയിലെ കാര്യമൊന്നും അല്ല അവിടെ എഴുതിയേക്കുന്നത്. ഞാൻ ചോദിച്ചു, ഹവ്വയെ ആരാ ആദ്യം കണ്ടത്? അപ്പം മറ്റേത് ഈ പറയുന്നത് സഭയിൽ ഗേൾ ഫ്രണ്ട് ഇല്ല എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ കൾച്ചറാണ്. അതുപോലെ തന്നെ പഴയ നിയമത്തിലുള്ളതെല്ലാം പുതിയ നിയമമാണ് സഭയുടെ ഉപദേശം. അതാണ് അവർ കുറച്ച് വളർന്നു വലുതായപ്പോൾ അവർക്ക് മനസ്സിലായി, വേദശാസ്ത്ര പ്രകാരം അവർ ചോദിച്ചു നോക്കി. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാദ്യം കണ്ടു? ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവർക്ക് ലളിതമായിരുന്നില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? യഹോവയാ ദൈവം അവളെ പുരുഷന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോഴാണ് ആദാം കാണുന്നത്. തന്നെയുമല്ല, ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനാക്കി എന്തിനാ? തോട്ടം സൂക്ഷിക്കാനും വേല ചെയ്യുവാനുമാണ്. അവിടെ വേറെ ഒരു ഉത്തരവാദിത്വം തനിക്കില്ല. അപ്പം അപ്പം ചോദിക്കും, ഓ, ദൈവം സൃഷ്ടിച്ച ഒരാളാണല്ലോ, ശരി തന്നെയാണ്. എന്നാൽ നാം ഈ ജീനിയോളജി പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ അബ്രഹാമിന്റെ സന്തതിയായിട്ട് യഹൂദാ ഗോത്രത്തിലെ സിംഹമായിട്ട് കർത്താവായ യേശുക്രിസ്തു ജനിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ അത് എവിടുന്ന് യേശുക്രിസ്തുവിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിൽ അവസാനിക്കുന്ന വംശാവലി അവിടെ കാണുന്നത്. അവിടെ കാണുമ്പോൾ പറയുന്നുണ്ട്, ആദാം ദൈവത്തിന്റെ മകൻ. അപ്പോൾ ദൈവം ആദാമിനെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം മാത്രമല്ല, ദൈവം ആദാമിന്റെ പിതാവും കൂടെയാണ്. അത് വംശാവലിയിലാണ് ആ കാര്യം പറഞ്ഞതെന്ന് ഓർക്കണം. അപ്പോൾ പിതാവായ ദൈവം ആദാമിനൊരു ജോലി ഏൽപ്പിച്ചു, വീടിനാവശ്യമായ വരുമാനം ഉണ്ടാക്കുവാനായിട്ട്. പിതാവായ ദൈവം ഹവ്വയ്ക്കൊരു ജോലി ഏൽപ്പിച്ചു, വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാനായിട്ട്. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. അത് ആദാമിനെ തോട്ടത്തിലാക്കിയപ്പോൾ ആദാമിന് ഏൽപ്പിക്കാത്തൊരു കാര്യമായിരുന്നു ആരെ വിവാഹം കഴിക്കണമെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. എന്ന് മാത്രമല്ല, എത്ര പ്രാവശ്യം വന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടായെങ്കിലും ദൈവം ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ആദാമീയ ഭൂമി ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ദൈവത്തിന് ആദാവുമായിട്ട് ഒരു കൂട്ടായ്മയും ഒക്കെ ഉണ്ടാകണം, വരികയും സന്ദർശിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. 3-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് അത് വായിക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ ദൈവമാണ് ഒരു ദിവസം പറയുന്നത് അവൻ ഏകനായിരിക്കുന്നതെന്നല്ല. മറ്റൊരു ഇത് പറയുകയാണെങ്കിൽ, പിതാവാണ് നിശ്ചയിക്കുന്നത് എൻ്റെ മകന് ഒരു തുണ വേണം, അതിനുള്ള പ്രാപ്തിയായി, അതിനുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രാപ്തിയുണ്ട്. കാരണം എന്താ? തോട്ടം നന്നായി നോക്കുന്നു, അവിടെ പ്രയാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല, ഏൽപ്പിക്കുന്ന ഓരോ ജോലിയും നന്നായി ചെയ്യുന്നു, സകല മൃഗങ്ങൾക്കും പേരിടുന്നു. അപ്പൊ വിദ്യാഭ്യാസം കൊണ്ടും അധ്വാനം കൊണ്ടും ഉത്തരവാദിത്വം കൊണ്ടും പ്രാപ്തിയുള്ള ഒരു യൗവനക്കാരനായിട്ട് താനെ ജീവിച്ചു വന്നപ്പോൾ അപ്പോഴാണ് പിതാവ് പറയുന്നത്, സമയമായി, ഇനി എൻ്റെ ഈ മകന് ഒരു ഭാര്യ വേണം. അത് പിതാവാ പറഞ്ഞത്, അവനല്ല പറഞ്ഞതെന്നുള്ളത് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. പറയുക മാത്രമല്ല, കൊടുക്കുകയും ചെയ്തു. ദൈവമാണ് തരുന്നതെന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് ദൈവം ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്.
അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞു ഭാര്യയോട് പറ്റിച്ചേരും. ഈ വാക്യം സാധാരണ എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. എന്നാൽ സങ്കീർത്തനത്തിൽ ഞാൻ വായിച്ചൊരു വാക്യം എല്ലാവർക്കും അറിയാമെങ്കിലും സാധാരണ ആളുകൾ ചിന്തിക്കാറില്ല. അവിടെ പറഞ്ഞാൽ എന്താ? സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ മറ്റൊരു വിധി പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ നിന്ന് ഒരു യൗവനക്കാരൻ വിട്ടുപിരിഞ്ഞ് വരുമ്പോൾ മറ്റൊരു വീട്ടിൽ നിന്ന് യൗവനക്കാരൻ എന്ത് ചെയ്യുന്നു? സ്വജനത്തെയും പിതൃഭവനത്തെയും മറന്നു വന്നിട്ട് ഒരു പുതിയ ഭവനം ഉണ്ടാകുകയാണ്. അപ്പം ഈ പുതിയ ഭവനം ഉണ്ടായി കഴിഞ്ഞപ്പം അവർ സമ്പൂർണ്ണ സ്വതന്ത്രരായി തീർന്നോ? ഇല്ലെന്നാണ് വേദപുസ്തകം പറയുന്നത്. കാരണം എന്താ? അമ്മയപ്പന്മാർക്ക് എന്ത് ചെയ്യണം? പ്രത്യുപകാരം ചെയ്യണം. അപ്പൻ എന്ത് ചെയ്യണം? മക്കളെയും അവരുടെ മക്കളെയും ദൈവവചനം പഠിപ്പിക്കണം. അപ്പോൾ ഒരു ഇന്റർ ഡിപ്പെൻഡൻസിയും ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് വീടിൻ്റെ നായകൻ എന്ന് പറയുന്നത് ഭർത്താവാണ്. അത് ഇപ്പോൾ എനിക്ക് 4 മക്കളുണ്ട്, പ്രത്യേകിച്ച് 3 ആൺപിള്ളേരുണ്ട്. ഇവിടെ എല്ലാവരുടെയും വീടുകളിൽ ഞാനും സഹോദരിയും കൊണ്ട് ധാരാളം പോകുമായിരുന്നു. ഇപ്പം ഞാൻ തന്നെയും പോയിക്കൊണ്ടായിരിക്കുന്നത്. അവരേത് കാറ് വാങ്ങിക്കണമെന്നും ഇതൊന്നും ഞാൻ സംസാരിക്കാറില്ല. എന്നാൽ എന്നോട് അഭിപ്രായം ചോദിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയും. കഴിഞ്ഞ ദിവസം ഒരു മോള് ചോദിച്ചു, എൻ്റെ ഡാഡിക്ക് വീടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല വീടുണ്ടല്ലോ, എനിക്കും നല്ല വീടുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊരു വീട് വാങ്ങിച്ചു കൊടുക്കണം. എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു, എനിക്ക് മുമ്പ് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു അവരത് ചെയ്താൽ കൊള്ളാമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ല. പറഞ്ഞപ്പോൾ ഞാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക അവരത് ചെയ്യാനായിട്ട്. അല്ലെങ്കിലുണ്ടല്ലോ, അത് അവരുടെ തീരുമാനം എങ്ങനെ വേണമെന്നുള്ളത്. ഈ നമ്മുടെ സംസ്കാരത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതല്ല വേദപുസ്തകം. അമ്മയപ്പന്മാരെന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയും ഭാര്യയുടെ അമ്മയും അമ്മയപ്പന്മാരാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യുപകാരം ചെയ്യുക എന്നുള്ള മക്കളുടെ ഉത്തരവാദിത്വം, മക്കളുടെയും കൊച്ചുമക്കളുടെയും ഉത്തരവാദിത്വമാണ്. അത് ധാരാളം അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ 7 വർഷക്കാലം കർത്താവിൻ്റെ ദാസി എൻ്റെ അമ്മയെ നോക്കി. പലരോടും ഞാൻ പറയും, എൻ്റെ ഭാര്യ ഇപ്പം തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്, എൻ്റെ അമ്മയെ നോക്കുക. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒരു പറയും, അപ്പം സഹോദരിയുടെ അമ്മയെ നോക്കുന്ന സഹോദരിയുടെ വീട്ടിലാണ് ഇപ്പം ഞങ്ങളുടെ താമസമല്ലേ? കാരണം ഇതെല്ലാം പറഞ്ഞാലും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല മരുമകൾ അമ്മായിയമ്മയെ നോക്കുന്ന കാര്യം. അങ്ങനത്തെ ഒരു കാലയളവിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പറ്റിച്ചേറും അവർ ഏകദേഹമായി തീരും. നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ അനേക പ്രാവശ്യം അനേകര് പല ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ചോദ്യം കൊണ്ട് കർത്താവിനെ കുടുക്കി ഒരു പ്രതിസന്ധിയിലെത്തിക്കുക എന്നുള്ളതാണ്. കർത്താവ് അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും അവരെ ഉദ്ദേശിച്ച ഉത്തരമല്ല, വളരെ വ്യത്യസ്തമായ ഒരു ഉത്തരമാണ് പറഞ്ഞത്, അപ്രതീക്ഷിതമായ ഉത്തരമാണ് പറഞ്ഞത്. എന്നാൽ ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന ചോദ്യത്തിന് കർത്താവ് പറഞ്ഞ ഉത്തരം വിഹിതമല്ല എന്നാണ്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ആദ്യം എന്താ? അവരെ ദൈവം യോജിപ്പിച്ചു. അവർ ഇനി 2 അല്ല 1 അത്രേ. അതെന്ത് ചെയ്യാൻ പാടില്ല? മനുഷ്യനതിനെ വേർതിരിക്കാനായിട്ട് പാടില്ല. നാം യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമുക്ക് 1-2 കാര്യങ്ങളെ കാണാനായിട്ട് സാധിക്കും. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം പിശാച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നരുളി ചെയ്തു. ഇവിടെ ദൈവം പറയുന്ന കാര്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇയ്യോബിനെ കുറിച്ച് പറയുന്നതാ, പൂർവ്വദേശത്ത് ഏറ്റവും വലിയ മഹാൻ, അവനേക്കാൾ വലിയവനായിട്ട് പൂർവ്വദേശത്ത് ആരുമില്ല. എന്താ അതിൻ്റെ വലിപ്പത്തിൻ്റെ കാരണം? സ്വഭാവ ഗുണമുണ്ട്, അതുപോലെ തന്നെ കൃഷിയുണ്ട്, സമ്പത്തുണ്ട്, ദാസന്മാരുണ്ട്, ദാസിമാരുണ്ട്, പുത്രന്മാരുണ്ട്, അവർക്ക് പാർപ്പിടമുണ്ട്, അവർക്ക് മക്കളുണ്ട്, അവർ കൂടി വരുന്നവരാണ്,
പ്രാന്താങ്ങളുടെ ദിവസത്തിൽ വരുന്നവരാണ്. അങ്ങനെ കൂടിയിരുന്ന മക്കളെ എല്ലാവരെയും സ്വഭവനത്തിലേക്ക് ക്ഷണിച്ച് അവർക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾ ഹൃദയത്തിലെ വിചാരത്തിൽ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ദോഷമായി തീരുമെന്ന് ആഗ്രഹിക്കുന്ന പിതാവ് ഹോമയാഗം കഴിക്കുകയാണ്. ഞാൻ ചിന്തിക്കുകയുണ്ടായി, യോവിൻ്റെ പുത്രന്മാർ എന്തായിരിക്കും ചെയ്തത്? കുറേ നാളൊന്നും എനിക്കൊരു പിടിയും കിട്ടിയില്ല. പിന്നെ ഒരിക്കൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞങ്ങൾ ഈ 99 മുതൽ 2011 വരെയുള്ള കാലയളവിൽ എല്ലാ വർഷവും മക്കളുടെ അടുക്കലേക്ക് വരുമായിരുന്നു. അപ്പോൾ താങ്ക്സ് ഗിവിംഗ് ഒക്കെ ആകുമ്പോൾ ആണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ പോയി ഒരു 2-3 താങ്ക്സ് ഗിവിങ്ങിൻ്റെ നാളുകളിൽ ഞങ്ങൾ എല്ലാ പിള്ളേരെയും വിളിച്ചു, കൊച്ചുമക്കളെയൊക്കെ വിളിച്ചു. അവർക്ക് വേണ്ടി സഹോദരിമാർ അല്പം ആഹാരമൊക്കെ ഉണ്ടാക്കി, എല്ലാവരും ചേർന്ന് പാട്ടുകളൊക്കെ പാടി വാക്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ നിലകളിൽ സന്തോഷിച്ചു. അപ്പം നന്നായിട്ട് വാക്യം പറയുന്നവർക്കും നന്നായിട്ട് പാട്ട് പാടുന്നവർക്കും ഞാനൊരു സമ്മാനം കൊടുക്കും. അങ്ങനെ സമ്മാനം കൊടുക്കാനായിട്ട് പേര് വിളിക്കുമ്പോഴത്തേക്ക് എല്ലാവരും കൈകൊട്ടും. ആ മിടുക്കൻ മിടുക്കൻ എന്ന് പറഞ്ഞുകൊണ്ട്, മിടുക്കിന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെങ്കിൽ അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷം ഞാൻ പറഞ്ഞു, ഈ വർഷം നമുക്ക് താങ്ക്സ് ഗിവിംഗ് ഉണ്ട്, നിങ്ങൾ ഇന്ന വേദഭാഗം വായിച്ചുകൊണ്ട് വരണം. അപ്പച്ചൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം ഒരു വീട്ടിൽ നിന്ന് ഒരു കൊച്ചു മകൻ എന്നെ വിളിച്ചു, അപ്പച്ച ഏത് ഭാഗത്തു നിന്നാ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? എനിക്ക് അവനെ നല്ലപോലെ അറിയാം. അവൻ വായിച്ച് പഠിക്കാൻ വേണ്ടിയൊന്നും അല്ല ഇത് ചോദിച്ചത്. ഇത് ചോദിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൈ കൊട്ടിയ അമ്മച്ചിക്കുണ്ടല്ലോ, കൈയൊക്കെ കൊട്ടിയെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൊട്ടില്ലായിരുന്നു. കാരണം എന്താ? എൻ്റെ കുഞ്ഞിന് സമ്മാനം കിട്ടിയില്ലല്ലോ. കാരണം എല്ലാവർക്കും സമ്മാനം കിട്ടുകയല്ലോ, ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. അപ്പം മുഴുവൻ വാക്യങ്ങളും എല്ലാം ശരിയായിട്ട് പറയുന്നവർക്ക് സമ്മാനം കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ആഗ്രഹം നല്ലത് എൻ്റെ കുഞ്ഞിന് സമ്മാനം കിട്ടണം. അതുകൊണ്ട് കുഞ്ഞിനെ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിപ്പിച്ച് ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് സമ്മാനം കിട്ടണം. അപ്പോൾ വാസ്തവത്തിൽ ആ സഹോദരി അല്ലെങ്കിൽ ആ സഹോദരൻ, ആരാണ് എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ആഗ്രഹിച്ചത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞിന് സമ്മാനം കിട്ടണമെന്നുള്ള അതിനുവേണ്ടി പഠിപ്പിക്കാൻ ശ്രമിച്ചതും തെറ്റല്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കൈ കട്ടി മിടുക്കനാണെന്ന് പറയുമ്പോൾ ഉള്ളിൽ എന്തില്ല? ആ സന്തോഷം ഇല്ല. ആ യോബ് പറയുന്നത് ആ ദൈവത്തോടെ ഹൃദയത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്തു ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും. അപ്പം യോബ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വളരെ കൃത്യതയോടുകൂടി മക്കളെ എല്ലാവരെയും വിളിച്ച് വീണ്ടും ഹോമയാഗം കഴിക്കുക. അതിങ്ങനെ എല്ലായ്പ്പോഴും ചെയ്തു പോകുന്നു. അതൊന്നും ദൈവം പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. യോബ് ആരാ? നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടുകളയുന്നവൻ, ഭക്തിയുള്ളവൻ. അവനെപ്പോലെ ആരുമില്ല. ഉടനെ സാത്താൻ പറഞ്ഞത് എന്താ? സാത്താൻ യഹോവയോട്, വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്, നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. ഉടനെ ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ. ഇവൻ എന്തൊക്കെയുണ്ട്? 5-ാം വാക്യം വരെ വായിക്കുമ്പോൾ കാണാം. പുത്രന്മാരുണ്ട്, പുത്രിമാരുണ്ട്, ഭാര്യയുണ്ട്, ദാസന്മാരുണ്ട്, ദാസിമാരുണ്ട്, കന്നുകാലികളുണ്ട്. അങ്ങനെ എല്ലാ നിലയിലുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വ്യക്തിയാണ്. നാം തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ കാണാം, ഇതെല്ലാം ദിവസങ്ങളൊന്നും എടുത്തില്ല, അധികം സമയം കഴിയും മുമ്പ് തന്നെ ഇതെല്ലാം നശിച്ചുപോയി. ഒന്നും അവശേഷിക്കുന്നില്ല. അവശേഷിച്ച ആരുണ്ട്? യോബുണ്ട്. യോബ് എന്ത് ചെയ്യുന്നു? യഹോവ തന്നു, യഹോവ എടുത്ത്, യഹോവ വാഴ്ത്തപ്പെടുവാണ്. എന്നാൽ അവിടെ യോബിന്റെ ഭാര്യയെ നമ്മൾ കാണുന്നില്ല. അതെന്താ? യോബിന്റെ ഭാര്യ യോബിൻ്റെതല്ലേ? 1-ാം അധ്യായത്തിൽ യോബിന്റെ ഭാര്യയ്ക്ക് എന്ത് ഭവിച്ചു എന്നൊന്നും പറയുന്നില്ല. ഇതാ യോബിനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ. യോബിനുള്ളത് അവൻ്റെ കൈ സാത്താന് കൊടുത്തു കഴിഞ്ഞപ്പോൾ സാത്താൻ എല്ലാം നശിപ്പിച്ചു. എന്നാൽ യോബിന്റെ ഭാര്യയെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ നമ്മൾ ഒന്നും വായിക്കുന്നുമില്ല, യോബിന്റെ ഭാര്യയെ കാണുന്നുമില്ല.
എന്നാൽ ഇയ്യോബിനെ കാണുന്നുണ്ട്. എന്നാൽ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇനിയും സാത്താൻ വന്നു പറഞ്ഞതെന്താ? നീ എന്നെ വെറുതെ സമ്മതിപ്പിച്ചു. ഉടനെ പറഞ്ഞു, അത് കാര്യമുണ്ട്. കിഴക്കമ്മയിലൊക്കെ അച്ചായൻ കയറിയ സമയത്തെ, വയനാട്ടിലൊക്കെ പോയ സമയത്തുണ്ടല്ലോ, അവരിന്നും കൊണ്ടാ പോയത്. അവർ നല്ല ആരോഗ്യത്തോടുകൂടി കൃഷി ചെയ്യാനുള്ള അറിവോടുകൂടി പോയി. അവിടെ ചെന്ന് വെട്ടി വികസിപ്പിച്ച് കാപ്പി നട്ട്, റബ്ബർ നട്ട്, കൃഷി ചെയ്ത്, ഏലം നട്ട്, ജാതി നട്ട്, കപ്പ നട്ട്, അവരെല്ലാം നല്ല മിടുക്കന്മാരെ. അതുകൊണ്ട് അവർക്കത് നഷ്ടപ്പെട്ടു പോയാലും ഇതെല്ലാം വീണ്ടെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇയ്യോബിന് ആരോഗ്യമുള്ളത് കൊണ്ട് ഇയ്യോബ് എന്ത് ചെയ്യുന്നില്ല, കുലുങ്ങുന്നില്ല. അതെല്ലാം പോയെങ്കിലും ഇയ്യോബ് ത്യജിച്ച് പറയാത്തതിൻ്റെ കാരണം താൻ ആരോഗ്യമുള്ളതുകൊണ്ട് ഈ നഷ്ടപ്പെട്ടതെല്ലാം എടുക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ അമ്മാച്ചന്മാരെല്ലാം ഇടുക്കി കുടിയേറിയവരാണ്. അവരെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പോയവരാണ്. അവരവിടെ ചെന്ന് സ്ഥലം വെട്ടിപ്പിടിച്ച് കൃഷി ചെയ്ത് ഇന്ന് അവർ സമ്പന്നരാണെന്ന് മാത്രമല്ല, അവരുടെ മക്കളൊക്കെ വിദ്യാഭ്യാസമുള്ളവരായി, അവരും സമ്പന്നരായി, അവരുടെ മക്കളും സമ്പന്നരായി തീർന്നു. ഒന്നും ഉള്ളവരായിരുന്നില്ല. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് പറയുന്നതിൻ്റെ കാരണം. ഇപ്പം ഇയ്യോബിൻ്റെ അതുകൊണ്ട് ഉടനെ ദൈവം പറഞ്ഞത് എന്താ? 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തുടരുത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു. ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവൻ ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അവൻ്റെ ഭാര്യ, ഇപ്പോഴത്തെ അവൻ്റെ ഭാര്യ വന്നിരിക്കുന്നു. ഇപ്പൊ 1-ാം അധ്യായത്തിൽ അവനുള്ളതൊക്കെയും എടുത്തപ്പോൾ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. കാര്യം എന്താ? അതിന് കാര്യം എന്താന്ന് ചോദിച്ചാൽ, ദൈവം പറഞ്ഞതെന്താ? ഞാൻ യോജിപ്പിച്ചത് 2 അല്ല 1 അത്രേ. അത് സാത്താനും അറിയാം അങ്ങനെ തന്നെയാണെന്നുള്ളത്. ഇയ്യോബും ഭാര്യയും 2 അല്ല 1. ഇയ്യോബിനെ തുടരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയ്യോബിനുള്ളതൊക്കെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊന്നായതുകൊണ്ട് അവർക്കുള്ളതൊക്കെയുമാണ്. 2-ാം അധ്യായത്തിൽ അവനെ എന്നാ പറയുന്നത്. പക്ഷെ അവിടെ വന്നപ്പോഴുണ്ടല്ലോ, ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞത് എന്താ? നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക. അപ്പോൾ ഇയ്യോബിന് ശരീരത്തിൽ രോഗമുണ്ടായെങ്കിൽ ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ രോഗം ഉണ്ടായത് എവിടെയാ? ചിന്താ മേഖലയിൽ, ബുദ്ധിയിൽ ഒരു ബുദ്ധിഭ്രമം സംഭവിച്ചു. ഇയ്യോബിനോടൊപ്പം ചേർന്ന് മക്കളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ദാസിദാസന്മാരുടെ കാര്യങ്ങൾ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായിട്ട് ഇരിക്കുകയും യാഗങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസി ഇപ്പോൾ പറയുകയാണ്, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിക്കുക. അങ്ങനെ ആ ദാസി പറയണമെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും ബാധിച്ചത്? തീർച്ചയായിട്ടും ശരീരത്തിൽ യാതൊരു കുഴപ്പവുമില്ല. ഇയ്യോബിന്റെ ഭാര്യയെ പിന്നെയും നമ്മൾ കാണുന്നുണ്ട്. ദുർഗന്ധമുള്ളവനാണ് അവനെക്കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം, ഇപ്പോൾ ഇയ്യോബിനെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സാത്താൻ ഇയ്യോബിന്റെ ഭാര്യയെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഇയ്യോബിന്റെ ഭാര്യ ഇപ്പോൾ ചിന്തിക്കുന്ന രീതി, തൻ്റെ ചിന്ത, തൻ്റെ ഗ്രഹണശേഷി, താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ദൈവമകളുടെ വായിൽ നിന്ന് വരുന്നൊരു കാര്യമാണല്ലോ പറയുന്നത്. ഭർത്താവ് പറയാം, നീ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? എന്നെ കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് അവൻ മരിക്കണം, അവൻ മരിച്ചു കളയാം. അവനോട് പറയാം, നീ ആത്മഹത്യ ചെയ്യുക. അത് മാത്രം ചെയ്താൽ പോരാ, എന്ത് ചെയ്യണം? ഈ ദൈവത്തെ എന്ത് ചെയ്യണം? ത്യജിച്ചും പറയണം. കാരണം ഈ ദൈവത്തെ കൊണ്ട് പ്രയോജനം. അപ്പൊ ആ നിലയിൽ ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ചു. അയ്യോ പറയുന്നുണ്ട്, അയ്യോ താഴെ പറയുന്നത് എന്താ? ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതു. അപ്പോൾ ഇയ്യോബിന് ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മയും ദൈവം ആരാണെന്നുള്ള ബോധ്യത്തിന് ഒരു മാറ്റവും വന്നില്ല. അവൻ ശരീരത്തിൽ രോഗിയാണ്, സമ്പത്തിൽ ദരിദ്രനാണ്, ആൾബലത്തിൽ ഒന്നുമില്ലാത്തവനാണ്, ദേശത്ത് പ്രമുഖനായിരുന്നുവെങ്കിലും ഇപ്പോൾ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് അവനെ കളിയാക്കുകയാണ്. അപ്പോൾ എല്ലാ നിലയിലും താൻ തകർന്നു പോയിട്ടും തൻ്റെ ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല.
പറയുന്നുണ്ട്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായിട്ട് കാത്തിരിക്കും. പിന്നെ പറയുന്നുണ്ട്, അവൻ പൊടിമേൽ നിൽക്കുന്ന ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. ഞാൻ മരിച്ചു പോയാലും അവൻ വരുമ്പോൾ ഞാൻ അവനെ കാണും. ഞാൻ ജീവിച്ചിരുന്നാലും അവൻ വരുമ്പോൾ ഞാൻ അവനെ കാണും. അപ്പൊ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയെക്കുറിച്ച് ദീർഘദർശനം ലഭിച്ച ഒരു ദൈവദാസനാണ്. എന്നാൽ ഇപ്പോൾ ശരീരത്തിൽ ഒന്നുമില്ല. എല്ലാവരും വന്ന് കണ്ടവർ പോലും ഭ്രമിച്ചുപോയി. അവരവസാനം എടുത്ത തീരുമാനം എന്താ? ഇവൻ പാപം ചെയ്തതുകൊണ്ട്, ഇവനും എൻ്റെ മക്കളും പാപം ചെയ്തത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ യോബ് പാപം ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല, യോബ് ദൈവത്തിന് ഏറ്റവും എൻ്റെ ദാസൻ എന്നുള്ള ദൈവത്തിൻ്റെ ആ സംഭാഷണമുള്ള എൻ്റെ ദാസൻ, ദൈവം പറയാണ് എൻ്റെ ദാസനാണ്. ആ ഒരു നിലവാരമെന്ന് പറയുന്നത് ശ്രേഷ്ഠമായ നിലവാരമാണ്. തൻ്റെ പുത്രനായ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ദാസൻ എന്നുള്ളത്. അതുപോലെ ഇപ്പം ഇയ്യോബിനെ കുറിച്ച് അത് തന്നെയാണ് പറയുന്നത്, എൻ്റെ ദാസൻ. അത് 1-ാം അധ്യായത്തിൽ മാത്രമല്ല, 42-ാം അധ്യായത്തിലും പറയുന്നുണ്ട് എൻ്റെ ദാസനായ ഇയ്യോബ് എന്ന്. 42-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പം അവിടെ, അതായത് ഇയ്യോബ് കടന്നുപോയ സകല അനുഭവങ്ങളിലും സകല പ്രതികൂലങ്ങളിലും സകല പ്രയാസങ്ങളിലും എല്ലാം കഴിഞ്ഞു പോയിട്ടും ദൈവത്തിന് 42-ാം അധ്യായം വന്നപ്പോഴും പറയാനുള്ളത് എന്താണ്? ഇയ്യോബ് എൻ്റെ ദാസൻ. അതായത് യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായിട്ട് സംസാരിച്ചിട്ടില്ല. ഇയ്യോബിൻ്റെ സംഭാഷണമെല്ലാം പറയുകയാണ്, ഇയ്യോബ് പറഞ്ഞതെല്ലാം എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ്, എന്നാൽ നിങ്ങൾ പറഞ്ഞത് എനിക്കിഷ്ടമില്ല, ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. എൻ്റെ ദാസനെ പോലെ നിങ്ങൾ സംസാരിച്ചില്ല. പക്ഷേ നാം ഈ സ്നേഹിതന്മാരുടെ കാര്യം വായിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. ദൈവം ആരാ, എങ്ങനെയുള്ളവനാ, എങ്ങ് ചെയ്യുന്നവനാ, നീതിയുള്ളവനാ, ഇതെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടും ദൈവം പറയുന്നത് എന്താ? നിങ്ങളുടെ സംസാരത്തിൽ എന്തില്ല? എനിക്ക് വിഹിതമില്ല, എന്നെക്കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ദാസൻ വീഴുന്നു നിൽക്കുന്നു നോക്കാൻ ദൈവം ആരെ ഏൽപ്പിച്ചിട്ടില്ല. ഇയ്യോബിന് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു വെച്ചാൽ, ഇയ്യോബ് എന്തെങ്കിലും പാപം ചെയ്തത് കൊണ്ട് സംഭവിച്ചതല്ല. ഇത് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയ്യോബ് ഇതുവരെ ദൈവത്തെക്കുറിച്ച് കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ദൈവം തീരുമാനിച്ചു, ഇവന് ഞാൻ പ്രത്യക്ഷനാകാൻ പോവുക, എന്നെ കാണട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന ഗ്രഹിച്ചുകൊണ്ടിരുന്ന ഭക്തൻ ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷത ലഭിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് സംഭവിച്ചത്. അത് ഇയ്യോബ് പറയുന്നുണ്ട്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് അറിഞ്ഞുകൂടാത്ത വണ്ണം അത്ഭുതം ഞാൻ തിരിച്ചറിഞ്ഞു പറഞ്ഞു പോയി. ഞാൻ നിന്നെക്കുറിച്ച് കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഇങ്ങനെയുള്ള വലിയ ഇയ്യോബ് അതിനെക്കുറിച്ച് നോക്കുമ്പോൾ പിശാചിന് മനസ്സിലായി, ഇവർ രണ്ടല്ല ഒന്നത്രേ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിപ്പാൻ പാടില്ല. നമുക്ക് ഒരുപാട് നല്ല നല്ല കാരണങ്ങളും നല്ല നല്ല ബുദ്ധികളും ഒക്കെ നമുക്കുണ്ട്. നമുക്ക് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ തീർച്ചയായിട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കണം, ദൈവം യോജിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു യുക്തിയും ഒരു കാരണവും ഒരു നിയമങ്ങളും വേർതിരിവിനെ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ ദൈവം മനോഹരമായ ഭൂമി സൃഷ്ടിച്ച് കുടുംബത്തെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നാക്കി കുടുംബത്തെ സൃഷ്ടിച്ച് ദൈവം കുടുംബത്തെ ഭൂമിയിൽ പരിചയപ്പെടുത്തി സന്താനങ്ങളെ കൊണ്ട് ഭൂമിയുടെ നിറഞ്ഞതിനെ കീഴ്പ്പെടുത്തി സ്വർഗരാജ്യത്തെ പോലെ ഭൂമി ആകണമെന്ന് ദൈവം ആഗ്രഹിച്ചെങ്കിൽ അത് നടന്നില്ല, ഇനി അത് വരും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ പ്രമാണത്തെ മുറുകെ പിടിക്കാൻ നമ്മുടെ സംസ്കാരം, നമ്മുടെ സാഹചര്യം, നമ്മുടെ കാലയളവ് അല്ല, മാറ്റമില്ലാത്ത വചനത്തിൽ നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ അതിശ്രേഷ്ഠമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ നാം സഭയിലും സമൂഹത്തിലും ഭവനത്തിലും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രാക്ടിക്കൽ ഒരു മെസ്സേജ് കേൾക്കുവാനായിട്ട് ദൈവം
നമ്മെ സഹായിച്ചു. പ്രിയ ആചാര്യ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞ സമയത്താണ് പ്രിയാങ്കളെ കാണുവാനും പരിചയപ്പെടുവാനൊക്കെ ഇടയായിത്തീർന്നത്. യുവജനങ്ങളുടെ ഇടയിൽ വളരെ നല്ല രീതിയിൽ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അങ്കിളാണ്. അങ്കിളെ വീണ്ടും ഇവിടെ വെച്ച് കാണുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇത്രയും നേരം മനോഹരമായിരിക്കുന്ന ഗാനങ്ങളൊക്കെ ഇരുന്ന് കേൾക്കുകയായിരുന്നു. തുടർന്നുള്ളൊരു ഗാനത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ ഗാന ശുശ്രൂഷ സ്പെഷ്യൽ മലയാളം മ്യൂസിക് നൈറ്റ് പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുവാൻ പറ്റുന്നവർ നിന്നാൽ മതി കേട്ടോ. കാലിന് പ്രയാസമുള്ളവരൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ അടുത്ത ഒരു ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഈ ലോകത്തിലെ ദുരിതങ്ങളെല്ലാം തീരാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ആയതുകൊണ്ട് ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായെന്നുള്ള ഗാനം പാടി നമുക്ക് കരങ്ങളൊക്കെ അടിച്ച് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പരത്തിലേക്ക് ഉയരും നാൾ വരുമുള്ളൂ, വിശുദ്ധന്മാരുയർക്കും പറന്നുയരും വേഗം, വന്നിടും കാന്തൻ്റെ മുഖം കാണുമ്പോൾ. നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശയും അത് തന്നെയാണ്. ഇതിനുശേഷം പ്രിയ ഡോക്ടർ ജോർജ് ജോൺസൺ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ചെറിയൊരു കോഫി ആൻഡ് സ്നാക്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിലും പങ്കുകൊണ്ട് വേണം പോകുവാനായിട്ടെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഈ ഗാനം പാടുമ്പോൾ ഇതിന് ഇടയ്ക്ക് ഗ്യാപ്പൊന്നുമില്ല. നമ്മൾ തുടർന്ന് പാടിപ്പോവുകയാണ്. ആയതുകൊണ്ട് നിങ്ങൾക്കും കരങ്ങളൊക്കെ അടിച്ച് ഈ പാട്ട് പാടുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ദുരിതങ്ങൾ തീരുവാനായിട്ട്, നമ്മുടെ പ്രയാസങ്ങൾ തീരുവാനായിട്ട്, ആ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് നാം പോവുകയാണ്. നോക്കുക, എത്ര വലിയ പ്രത്യാശം. ഹല്ലേലൂയയുടെ സ്വരം ഉയരട്ടെ, സ്തോത്രത്തിന്റെ ധ്വനി ഉയരട്ടെ. ആ കർത്താവ് വീണ്ടും വരുന്നവനാണ്. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി. നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ നമ്മുടെ നോബിൾ ഇവിടെ വന്നിട്ടുണ്ട്. എപ്പോഴും കിട്ടുന്ന ഒരാളല്ല. നോബിളിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ പവർഫുള്ളാണ്. അപ്പോൾ അത് താളത്തിനൊത്ത് എല്ലാവരും കൈയടിച്ച് നമുക്ക് പാടാം. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പരത്തിലേക്ക് ഉയരുന്നവരല്ലോ. വിശുദ്ധന്മാരുയർത്തും പറന്നുയരും വേഗം വന്നിടും കാന്തന്റെ മുഖം കാണാൻ. വാനസേനയുമായി വരും
ഒരു വാക്ക് നന്ദി പറയട്ടെ. നമ്മുടെ തബല വായിച്ച പ്രിയ ജസ്റ്റസ്, അധികം പേർക്ക് പരിചയമുണ്ടാവില്ല, ഡിട്രോയിറ്റിൽ നിന്നും നമ്മുടെ ഈ മ്യൂസിക് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളോടുള്ള ഇഷ്ടം തോന്നി, നമ്മളെ സ്നേഹിച്ച് നമ്മളോടുള്ള സന്തോഷം കൊണ്ട് നമ്മളോട് ചേർന്ന് തബല വായിക്കുവാനായിട്ട് പ്രിയ സഹോദരൻ കുടുംബമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് നന്ദിയുടെ ആവശ്യമില്ല. അതുപോലെ നോബിൾ നന്നായിട്ട് അവർ ചെയ്തു. TWCയെ വളരെ മനോഹരമായിട്ട് യുവ സഹോദരങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. ഡോക്ടർ ജോൺസൺ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്കൊരു സ്നാക്സ് ഉണ്ട്, അത് കഴിച്ച് പോകാവൂ എന്നുള്ളവരും ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഏകദേശം 2 മണിക്കൂറുകൾ നാം ദൈവസന്നിധിയിലായിരുന്നു. അത് നമ്മുടെ നന്മയ്ക്കും ആത്മീക അഭിവൃദ്ധിക്കും കാരണമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രത്യാശ നൽകുന്നതും ആശ്വാസം നൽകുന്നതുമായ പല പാട്ടുകൾ പാടി നാം സന്തോഷിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുകൾ പാടി നമ്മെ സഹായിച്ച ടീമിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ദൈവം നമുക്ക് നല്ല മ്യൂസിക് വായിക്കുവാനും നല്ല പാട്ടുകൾ പാടുവാനും കഴിവുള്ള സഹോദരന്മാരെ നൽകിയിട്ടുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുപോലെ TWCയിൽ നിന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അവർ എത്ര ഉത്സാഹത്തോടു കൂടിയാണ് ദൈവത്തിന് വേണ്ടി പാടിയത്, നമുക്ക് വേണ്ടി പാടിയത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങളിൽ ദൈവനാമഹത്വത്തിനായിട്ട് അവർ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നാം ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇരുന്നു. ഞാൻ പ്രിയ സഹോദരന് നന്ദി കരയറ്റുന്നു. ദൈവവചനം നമ്മോടുകൂടെ പങ്കുവച്ചതിനായിട്ട് ഞാൻ നന്ദി കരയറ്റുന്നു. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിന്നുള്ള 2 ദൈവദാസന്മാരുടെ ജീവിതത്തിൽ നിന്ന്, ആദാമിൻ്റെ ജീവിതത്തിൽ നിന്നും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ മതിയായ ചില നല്ല പാഠങ്ങൾ നമുക്ക് ആ സഹോദരനിൽ നിന്ന് ലഭിച്ചു. വരും ദിവസങ്ങളിൽ നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ആ പാഠങ്ങൾ പ്രാവർത്തികമാക്കി മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ഈ മീറ്റിംഗ്, ഇന്നത്തെ നമ്മുടെ കൂടിവരവ് എല്ലാം കൊണ്ടും വളരെ നല്ലതായിരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ചു, യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കൃപ നാം ധാരാളമായിട്ട് അനുഭവിച്ചു. ഇനി നാം പ്രാർത്ഥനയോടുകൂടെ ഈ മീറ്റിംഗ് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം ചെറിയ സ്നാക്കുണ്ട്, അതിലും എല്ലാവരും പങ്കുചേരണം. അതിനുശേഷം നാം ക്ഷേമത്തോടെ യാത്ര ചെയ്ത് വീട്ടിലെത്തുവാൻ വേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ദൈവമേ, കഴിഞ്ഞ 2 മണിക്കൂറുകൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഇരുന്ന് സന്തോഷിക്കുകയായിരുന്നു കർത്താവേ. തീർച്ചയായിട്ടും ഞങ്ങൾ സ്വർഗീയ സന്തോഷം അനുഭവിക്കുകയായിരുന്നു. വളരെ നല്ല പാട്ടുകളിൽ കൂടെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങൾക്ക് ആശ്വാസം തന്നു, ഞങ്ങളുടെ പ്രത്യാശ അവിടുന്ന് ഉണർത്തി. അതൊക്കെ ഓർത്ത് തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ പാട്ടുകൾ പാടുവാനും മ്യൂസിക് വായിക്കുവാനും ഒക്കെ കഴിവുള്ള സഹോദരന്മാരെ അവിടുന്ന് നൽകിയിരിക്കുക. തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വരും ദിവസങ്ങളിൽ അവരെ സഭയ്ക്ക് വലിയൊരു സഹായമായിട്ട് മുമ്പോട്ട് നിലനിൽക്കുവാൻ അവരെ അവിടുന്ന് ഉപയോഗിക്കണമേ കർത്താവേ. അതുപോലെ TWCയിൽ നിന്ന് വന്ന ഞങ്ങളുടെ യുവ സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് കൊടുത്തിരിക്കുന്ന തീക്ഷ്ണതയും ഉന്മേഷവും ഒക്കെ അവിടുന്ന് അത് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ദൈവമേ, അതെല്ലാം തിരുനാമ മഹത്വത്തിനായിട്ട് അവർ ഉപയോഗിക്കുന്നുവല്ലോ. അതോർത്ത് അങ്ങയോട് ഉള്ള നന്ദി ഞങ്ങൾ കരയറ്റുന്നു കർത്താവേ. ആ ടീമിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതുപോലെ TWCയിലുള്ള ശുശ്രൂഷയും അവിടെയുള്ള ദൈവജനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വരുന്ന സമയങ്ങളിൽ ആ സഭ അവിടുത്തെ മഹത്വത്തിനായിട്ട് നിലനിൽക്കുന്ന നല്ലൊരു സഭയായിട്ട് കാണപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾക്ക് വചനം പകർന്നു തന്ന സഹോദരൻ ജോർജ് വർഗീസിനെ ഓർത്ത്, അവിടുത്തെ ആ സഹോദരനെ ഓർത്ത് ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ആ സഹോദരനെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു.
ദൈവമേ, കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് നാട്ടിലുള്ള യുവജനങ്ങളുടെ ഇടയിൽ, കോളേജ് യുവജനങ്ങളുടെ ഇടയിൽ വളരെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ദൈവദാസനാണ്. ഇന്ന് ആ ദാസനിലൂടെ ഞങ്ങൾക്ക് ദൈവവചനം ശ്രവിക്കുവാൻ സാധിച്ചു. അതോർത്ത് നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ ദൈവദാസൻ്റെ മക്കൾ US പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ കുടുംബങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ ജോർജ് വർഗീസ് വരുന്ന ദിവസങ്ങളിൽ കൂടുതലായി ആരോഗ്യത്തോടും ഉന്മേഷത്തോടും അങ്ങേ ശുശ്രൂഷിക്കുന്നത് കണ്ട് ഞങ്ങൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. കർത്താവേ, ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പിരിയുന്നു. ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഇനിയും തമ്മിൽ കാണുവോളം ഞങ്ങൾ എവിടെയായിരുന്നാലും അവിടുത്തെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ, ഞങ്ങളെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെറിയ ലഘുഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ഭക്ഷിച്ച് അതിൽ നിന്ന് ബലം പ്രാപിച്ച് തിരുനാമത്തിനായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം. ഞങ്ങളിപ്പോൾ പിരിയുന്നു. കർത്താവ്, വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളോട് കൂടെ യാത്രയിലുണ്ടായിരിക്കണമേ. ക്ഷേമത്തോടും സൗഖ്യത്തോടും വാഹനം ഓടിച്ച് വീട്ടിലെത്തി ഇനിയും ഞങ്ങൾ തമ്മിൽ കാണുവോളം അല്ലെങ്കിൽ നാളെ ആരാധനയ്ക്ക് ഇവിടെ എത്തുവോളം അവിടുത്തെ സംരക്ഷണത്തിൽ ഞങ്ങളെ അവിടെ വെച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായും സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ.